Today we will discuss what are unit step function, which is also known as Heaviside step function. How to write any function in terms of unit step function, and how to find Laplace transform of unit step function. The notation of unit step function is uc of t or u of t minus c. Okay, and the definition is uc of t equal to 0 when t less than c and equal to 1 when t greater than or equal to c. So this is the definition of uc of t. ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആവും എങ്ങനെയാണെങ്കിൽ സിനേക്കാളും ടി സിനേക്കാളും ചെറുതാകുമ്പോൾ സിഒ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ടിക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആവും. അപ്പോൾ നമ്മളിതിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സി. ഓക്കെ, സോ അപ് ടു ഹിയർ ദ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഈസ് 0. സീൻ്റെ അവിടെ നിന്ന് പെട്ടെന്ന് ഇവിടേക്ക് ജമ്പ് ചെയ്യുന്നു. ഓക്കെ, അവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം, ഈ സി എന്നുള്ള പോയിന്റിലും അതിന് അങ്ങോട്ടും എന്താണ് ഇത് ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് പല റിയൽ വേൾഡ് സിറ്റുവേഷൻസിലും ഇങ്ങനെയുള്ള ഫംഗ്ഷനുകൾ വരാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് സിസ്റ്റങ്ങളിൽ കൺസിഡർ ചെയ്യാനാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്വിച്ച് ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഓൺ ആക്കുന്ന ടൈം വരെ എന്താണ് അതിൽ കറണ്ട് ഇല്ല, 0 ആണ്. ഓണാക്കുന്നതോട് കൂടിയിട്ട് കറണ്ട്, അപ്പോൾ അവിടെ കറണ്ട് പാസ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഇത് ഈ ഓണാക്കുന്ന നിമിഷം മുതൽ നമുക്ക് അതുപോലെ ഉള്ള പ്രോബ്ലംസ് പിന്നെ നമ്മുടെ റിയൽ സിറ്റുവേഷൻസിൽ വരാം. അപ്പോൾ അതിലിങ്ങനെയുള്ള അതിനെ നമ്മൾ മോഡൽ ചെയ്യുന്ന സമയത്ത് ചില ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് വരാം. അതാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് വരുമ്പോൾ നമുക്കതിനെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാപ്ലേസ് മെത്തേഡ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു ഫംഗ്ഷനിൽ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കാണും. അപ്പോൾ അതാണ് നമ്മുടെ എയിം. അപ്പോൾ അതിന് മുമ്പ് എന്താണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് യു സി ഓഫ് ടി ഈക്വൽ ടു, അപ്പോൾ ഈ ഒരു സി എന്നുള്ള ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് അതിന് മുകളിലേക്ക് അതും ആ സിയും സിനേക്കാളും വലിയ ടീൻ്റെ വാല്യൂവിനും ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. അതിന് ആ സി വരെ എന്താണ് ഫംഗ്ഷൻ്റെ വാല്യൂ 0. ഇനി നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ കൺസിഡർ 1 മൈനസ് യു സി ഓഫ് ടി എന്നുള്ളത്. അപ്പോൾ അതാണ് യു സി ഓഫ് ടി. അപ്പോൾ 1 മൈനസ് യു സി ഓഫ് ടി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ യു സി ഓഫ് ടി നോക്കാം. യു സി ഓഫ് ടി എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് വരെ, അപ്പോൾ ഇവിടുന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഓക്കെ ഇതിൻ്റെ ഇടയിൽ എന്താണ് ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. പക്ഷേ ഇതിന് ശേഷം ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. യു സി ഓഫ് ടിയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, അപ്പോൾ പക്ഷേ ഇവിടുന്ന് നമ്മൾ 1 മൈനസ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് 0 എന്നാണ് വരും. 1 മൈനസ് 0 എന്ന് വരും നമ്മളുടെ സി വരെ ഇത് ചെയ്ത സമയത്ത്. പിന്നെ സിക്ക് മുകളിലുള്ള ടിക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ എന്താ വരിക, ദിസ് ഈസ് ഈക്വൽ ടു 1 0 വരും. ഓക്കെ, ടി ലെസ് ദാൻ സി and this is when t greater than or equal to c. Okay, now consider this example. Sketch the graph of y which is equal to h of t, where h of t equal to u pi of t minus u 2 pi of t. Okay, നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ്റെ എച്ച് ഓഫ് ടിയുടെ ഗ്രാഫ് വരക്കണമെന്നുണ്ട്. പക്ഷെ ഇത് തന്നിട്ടുള്ളത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ടേമിലാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു എക്സ്പ്ലിസിറ്റ് ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം ഒരു ഫംഗ്ഷൻ. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ ഗ്രാഫ് വരക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് ആദ്യം നമ്മൾ യു പൈ ഓഫ് ടി എന്താണെന്ന് നമ്മൾ കാണും. സോ ഫസ്റ്റ് വാട്ട് ഈസ് യു പൈ ഓഫ് ടി?
Okay, by definition u pi of t equal to 0 when t less than pi and equal to 1 when t greater than or equal to pi. ഇതാണ് u pi of tയുടെ definition. And u 2 pi of t എന്താ പറയുക equal to 0 when t less than 2 pi and equal to 1 when t greater than or equal to 2 pi. അപ്പോൾ ഒന്നിൽ നിന്ന് നമുക്ക് മറ്റൊരു മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പിന്നെ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൈ ആണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ യു പൈ ഓഫ് ടി ബൈ ഡെഫിനിഷൻ ഇതുവരെ ഇതിൻ്റെ വാല്യൂ 0 ആണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇതിൻ്റെ വാല്യൂ 1 ആണ്. ഇതാണ് യു പൈ ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ യു 2 പൈ ഓഫ് ടിയുടെ ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ ഇതുവരെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് 1 ആണ്. അതാണ് ഡിഫറൻസ്. അപ്പോൾ നമ്മളിതിനെ ഒന്നിച്ച് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ 0 to പൈ വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ഇത് നമ്മൾ യു പൈ ഓഫ് ടി എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് ഇതിൻ്റെ വാല്യൂ 1 ആണ്. ഇനി യു 2 പൈ ഓഫ് ടി എടുക്കുകയാണെങ്കിൽ 2 പൈ വരെ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ഇവിടുന്ന് അങ്ങോട്ട് ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് എടുക്കുക, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ പൈ, അതായത് നമ്മുടെ ഈ പോർഷൻ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ യു പൈ ടി മൈനസ് യു 2 പൈ ടി, ഇതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ യു പൈ ടി എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഈ ഒരു നമ്മുടെ 0 ലെസ് ദാൻ ടി ലെസ് ദാൻ പൈയിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ വാല്യൂ 0 ആണ്. സോ 0 മൈനസ് 0 എന്നാണ് നമുക്ക് ഈ ഒരു ഇൻ്റർവെല്ലിൽ വരിക. ഇനി നമ്മൾ പൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ 2 പൈ, അതായത് ഈ ഇൻ്റർവെല്ലിൽ, ഓക്കെ, ഈ ഇൻ്റർവെല്ലിൽ ഓൾറെഡി ഇവിടെ നമ്മുടെ വാല്യൂ 1 ആണ്. ഈ ഇൻ്റർവെല്ലിൽ ഇവിടെയും 1 ആണ്. ഓക്കെ, ഇത് പക്ഷെ ഇവിടെ 0 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ദിസ് ഈസ് 1 മൈനസ് 0 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് വെൻ ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 പൈ, ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെയും 1 ആണ്, ഇതും 1 ആണ്. സോ 1 മൈനസ് 1 0 ആവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ യു പൈ ഓഫ് ടി മൈനസ് യു 2 പൈ ഓഫ് ടി നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നമ്മൾ എച്ച് ഓഫ് ടി സെപ്പറേറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നൗ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. 0 ടു പൈ വരെ ഫംഗ്ഷൻ്റെ വാല്യൂ ഇവിടെ 0 തന്നെയാണ്. ഓക്കെ, ദെൻ പൈയിൽ നിന്ന് 2 പൈ വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. ദെൻ 2 പൈ ടു ഇൻഫിനിറ്റി വരെ ഓർ 2 പൈ ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 പൈയിൽ അഗെയിൻ ഫംഗ്ഷൻ്റെ വാല്യൂ 0. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. നെക്സ്റ്റ് we will find the Laplace transform of UC of t. So Laplace transform of UC of t, that is L of UC of t by definition,
integral 0 to infinity e raised to minus st uc of t dt. Okay, so that is equal to, നമുക്കറിയാം what is uc of t? uc of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 when t less than c and equal to 1 when t greater than or equal to c. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷന് യു സി ഓഫ് ടിക്ക് ഇതിന് 2 വാല്യൂ മാത്രമേ ഉള്ളൂ, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1. അപ്പോൾ നമ്മളിതിനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഇതിന് ഇൻ്റർവെല്ലായിട്ട് തിരിക്കുകയാണെങ്കിൽ സി വരെ 0 ആണ് ഫംഗ്ഷൻ്റെ വാല്യൂ, സീനേക്കാളും വലുത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻ്റഗ്രേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 to c എന്ന് എഴുതാം, പ്ലസ് ഇൻ്റഗ്രൽ 0 to പ്ലസ് ഇൻ്റഗ്രൽ സി ടു ഇൻഫിനിറ്റി എന്ന് എഴുതാം. പക്ഷെ നമുക്കറിയാം 0 to c വരെ നമ്മുടെ യു സി ഓഫ് ടി 0 ആണ്, അപ്പോൾ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഇൻ്റഗ്രൽ സി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് limit a tending to infinity integral c to a e raised to minus st dt. So which is equal to limit a tending to infinity e raised to minus st integral e raised to minus st by minus s. This is c to a. So that is equal to limit a tending to infinity e raised to minus sa minus e raised to minus cs divided by minus s. Okay, as a tending to infinity, then this term goes to 0. Okay, that means e raised to minus infinity. So the remaining part is e raised to minus cs divided by minus e raised to minus cs divided by minus s. That means e raised to minus cs by s. Okay, so the Laplace transform of the unit step function equal to e raised to minus cs divided by s. Okay, and these are some problems. In each of problems, first sketch the graph of the given function on the interval t greater than or equal to 0. അപ്പോൾ നമ്മളിത് ഗ്രാഫ് വരക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ ഓരോ ഇതൊക്കെ തന്നിട്ടുള്ള യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഫോമുല ഉള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ അതിന് എന്ത് ചെയ്യണം, ഒരു ഫംഗ്ഷനിൽ നമ്മുടെ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷനിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ഗ്രാഫ് വരക്കണം. ഓക്കെ.